ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ഡേയിലെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. November 14 ചിൽഡ്രൻസ് ഡേ അല്ലേ. അപ്പോൾ നമ്മുടെ പാരൻസ് എത്ര കുഞ്ഞുങ്ങൾക്ക് ഈ ചിൽഡ്രൻസ് ഡേനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? വഴിയില്ല അല്ലേ. കാരണം ജോലി തിരക്കും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിത് വിട്ടുപോകുന്നു. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, സ്കൂളിൽ ഇപ്പോൾ എന്തെങ്കിലും ചിൽഡ്രൻസ് ഡേ ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയും, അയ്യോ ഇന്ന് നിനക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്, നമുക്ക് ഇന്ന ഡ്രസ്സ് ധരിച്ചു പോവാം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട് മാത്രമായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഈ ഒരു ദിവസമല്ല, നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡേയ്സുകൾ നമ്മൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഓരോ ഡേയ്സിന്റെ പ്രത്യേകത നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നല്ല രീതിയിൽ സൂചിപ്പിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ ഒരു ഡേയിലെ പ്രത്യേകതകളും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ മനസ്സിലാക്കി അവർ മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇപ്പോൾ ഇങ്ങനത്തെ ഡേയ്സിലൊക്കെ വരുമ്പോൾ സ്കൂളിലാണെങ്കിലും പ്ലേ സ്കൂളിലാണെങ്കിലും ഒത്തിരി കോമ്പറ്റീഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കും അല്ലേ. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, എല്ലാ കുഞ്ഞുങ്ങളും ഈ ഒരു കോമ്പറ്റീഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മൾ പ്രൈസിന് വേണ്ടി മാത്രമാണോ? അല്ല. പക്ഷേ നമ്മൾ ചില വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഈ പ്രൈസ് വാങ്ങിച്ചോണ്ടേ വരാവുള്ളൂ, അല്ലെങ്കിൽ അമ്മ പിണങ്ങും, ഈ വക ടോക്സ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംസാരം ഒരിക്കലും കുഞ്ഞുങ്ങളോട് മുഖത്ത് നോക്കി നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻസ്. നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. അതിലിപ്പോൾ ഏത് കോമ്പറ്റീഷനായാലും ഒരു വിജയം ഉണ്ടാവും അല്ലേ. അപ്പം അത് നമ്മളൊരു എന്താ പറയുക, ജയവും തോൽവിയും എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടെന്നും ഈ തോൽവി ഉണ്ടായാൽ, ഫെയിലുവർ ഉണ്ടായാൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നുമുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ ഗുണമുണ്ടാവുന്നത്? ഒന്ന്, അവരുടെ കറേജ്, അവരുടെ സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം കൂടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു സ്റ്റേജ് ഫിയർ കുറയും. ഒരു ഓഡിയൻസിന്റെ മുന്നിൽ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, ആ ഓഡിയൻസിന് മുന്നിൽ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യതയോടും കൂടി അവർക്ക് പറയാനായിട്ട് സാധിക്കും, വിത്തൗട്ട് ഫിയർ അല്ലേ. അപ്പോൾ ഈ വക കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ സ്റ്റേജുകളിൽ തുടങ്ങി വലിയ വലിയ സ്റ്റേജുകളിൽ പോകാനായിട്ടാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ആ രീതിയിലുള്ള കറേജ് കിട്ടുകയും മാത്രമല്ല സെൽഫ് കോൺഫിഡൻസ് കൂടുകയും ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, അതായത് സ്റ്റേജിൽ നിന്നുകൊണ്ട് വേദിയിലിരിക്കുന്ന ആൾക്കാരെ കണ്ട്, അതായത് ഓഡിയൻസിനെ കണ്ട് സംസാരിക്കാനും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കാനും ഒരു പതർച്ചയും കൂടാണ്ട് എന്താണ് ടോപ്പിക് അല്ലെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി സംസാരിക്കാനും കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കഴിയുന്നതായിരിക്കും. ഇതുതന്നെയാണ് കുഞ്ഞുങ്ങളുടെ വിജയവും അല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് കോമ്പറ്റീഷൻസിന്റെ കാര്യം പറയുമ്പോൾ മെയിൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ജയം തോൽവി എന്നുള്ള കാര്യം മാത്രമാണ്. നീ പ്രൈസ് മേടിച്ചുകൊണ്ട് വരിക എന്നുള്ളൊരു കാര്യം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരെ കാം ഡൗൺ ആക്കി വിടുക. മിക്ക കുട്ടികളും ടെൻസ്ഡ് ആയിരിക്കും ചെയ്യുന്നത് അല്ലെ, പോകുന്നതും അല്ലെ. അയ്യോ അമ്മ വഴക്കൂറ്, ഇതായിരിക്കും അവരുടെ ഉള്ളിൽ ടെൻഷൻ. അല്ലെങ്കിൽ അച്ഛന് വഴക്കൂറ്, വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും അവരുടെ ഉള്ളിൽ പോകുന്നത്. അപ്പൊ ഈ ഒരു തോട്ട് നെഗറ്റീവിലോട്ട് പോകുമ്പോഴാണ് പല രീതിയിലുള്ള അപകടങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അല്ലെ. സോഷ്യൽ മീഡിയയിൽ കുറെ എന്താണ്, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, സോ അതുകൊണ്ട് കുട്ടി സൂയിസൈഡ് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തു, അങ്ങനെ ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അവരുടെ ആ ഒരു ഉള്ളിലെ പേടി കൊണ്ടിട്ടാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഫിയർഫുൾ ആയിട്ടല്ല അവർ ഈ വക കോമ്പറ്റീഷൻസിലും ഒക്കെ നമ്മൾ പറഞ്ഞ് വിടേണ്ടത്. അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കുക. മാത്രമല്ല, മിക്ക കുഞ്ഞുങ്ങളും നമുക്ക് പഠിത്തം മാത്രം മതി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പോകുന്നവരുണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണ്. പഠിത്തത്തിനോടൊപ്പം പല കുഞ്ഞുങ്ങൾക്കും കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവരുടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കാനായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനായിരിക്കും. സോ ഇതെല്ലാം പാരന്റ്സ് കണ്ടെത്തണം എന്നുള്ളത്. നമ്മൾ പഠിത്തം വേണം, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാംസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, കുട്ടികളിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കി അതിലോട്ട് കുട്ടികൾ വഴിതിരിച്ച് വിടുകയും കൂടി വേണം. അതിനു വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മൾ പാരന്റ്സ് ഇടണം എന്നതാണ് എനിക്ക് ഈ ചിൽഡ്രൻസ് ഡേനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേയിൽ നിങ്ങൾക്ക് പാരന്റ്സിനായിട്ട് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു അഡ്വൈസ് എന്ന് പറയാം. അഡ്വൈസ് അല്ല,
ഒരു ജസ്റ്റ് ഒരു സജഷൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വീഡിയോയിലോടുകൂടി തന്നെ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ഞാൻ ഈ വീഡിയോയുടെ കൂടി തന്നെ ഇടുന്നുണ്ട്. ഇതേപോലത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും. അത് നമ്മൾ എല്ലാ പാരൻസും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് കുഞ്ഞുങ്ങളെ വിടുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ ഇവർക്ക് നല്ല രീതിയിൽ പഠിത്തത്തിനോടൊപ്പം തന്നെ ഈ ഒരു കരിക്കുലർ ആക്ടിവിറ്റീസും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എല്ലാ രീതിയിലും അല്ലെങ്കിൽ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതുമാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഹാപ്പി ചിൽഡ്രൻസ് ഡേ പറയുകയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണാം. താങ്ക്